നമസ്കാരം. CK വിഷൻ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു പാരഡി ഗാനത്തിനെ കുറിച്ചാണ്. കേരളം മുഴുവൻ അങ്ങിങ് അലയടിച്ചു, മലയാളികൾ മുഴുവൻ നെഞ്ചിലേറ്റിയ ഒരു ഗാനം. അതായത് ആ പാട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്താണ്? പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണം കട്ടവൻ ആരപ്പ സഹാക്കളാണ് അയ്യപ്പ. ആ പാട്ടിനെ കുറിച്ചുള്ള വിവാദങ്ങളാണ് ഈയിടെ കാലത്ത് നടന്നത്. അതായത് മറ്റു വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ടതിന് ശേഷം ഈ ഒരു പാട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഗാനരചയിതാവിനെതിരെ കേസെടുക്കുന്നു. പിന്നീട് കേട്ടതെന്ന് പറഞ്ഞാൽ ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി ഗൾഫിൽ ഇരിക്കുന്ന അയാളെ ഇവിടെ എത്തിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനു വേണ്ടി പ്രമാദമായ ഒരു കേസാക്കി LDF ഇതിനെ മാറ്റി. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ഗാനത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കൃത്യമായ സത്യങ്ങളാണ്. സഹാക്കൾ ശബരിമലയിൽ നടത്തിയ പച്ചയായ കൊള്ള, അതിനെയാണ് ആ പാട്ടിൽ വിവരിച്ചിരിക്കുന്നത്. പിന്നെ CPM പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് മതവികാരം വ്രണപ്പെടുത്തി. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ശബരിമലയിൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് അനുസരിച്ച് മണിക്കൂറുകൾക്കകം ഭക്തി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറച്ച് പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുവന്ന് കയറ്റി. അതിലൊന്നും ആരുടെയും മതവികാരം വ്രണപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ നവോത്ഥാന മതിൽ തീർത്തു. ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്ക് നേരെ നന്നായി കടന്നുകയറ്റം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരാണ് മതവികാരം, ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെട്ടു എന്നും പറഞ്ഞിട്ട് വലിയ പുകിലുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇതിൽ എന്തർത്ഥമുണ്ടെന്ന് എങ്ങനെ ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ ഗാനം രചിച്ച അദ്ദേഹത്തിനും അതുപോലെ തന്നെ അത് പാടിയ ഗായകനും സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത ആ ഒരു ടെക്നീഷ്യൻ, ഇവർക്കൊക്കെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിരവധി നല്ല ഗാനങ്ങൾ ഇതുപോലെ ചിട്ടപ്പെടുത്താൻ കഴിയട്ടെ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പാരഡി ഗാനങ്ങൾ തന്നെ. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന പാരഡി ഗായകനാണ് VD രാജപ്പൻ. അപ്പോൾ അദ്ദേഹം എഴുതിയ ഗാനങ്ങളൊക്കെ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ VD രാജപ്പനെതിരെ ഒരു കേസ് കൊടുത്തായിട്ട് അറിയില്ല. കാരണം അതൊരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി കാണുകയും VD രാജപ്പനെ മലയാളികളെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ നട്ടലൊടിഞ്ഞു എന്നാണ് സത്യം. ഈ ഗാനം ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഒരു സത്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഗാനരചയിതാവിനുള്ള അല്ലെങ്കിൽ ഗാനം ചിട്ടപ്പെടുത്തിയ ആളിലുള്ള, ഗായകനുള്ള, അതുപോലെ തന്നെ ടെക്നീഷ്യനുള്ള എല്ലാം നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തിയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.